രാഹുൽ ഈശ്വർ, ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട് ഇന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏകപക്ഷീയമാണ്, സിനിമയിൽ സജീവമല്ലാത്തവരെ പറഞ്ഞു പഠിപ്പിച്ച് പറയിച്ചതാണ് എന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയത്? അതിനോടുള്ള സിനിമാ മേഖലയിലെ സജി നന്ദിയാട്ട്, ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി എടുക്കുന്ന നിലപാടാണ്. ഇവരെയൊക്കെ വിളിച്ചിട്ടാണ് ഇനി സർക്കാർ കോൺക്ലേവ് നടത്താൻ പോകുന്നത്. തീർച്ചയായും അവരെയും കൂടെ വിളിക്കണ്ടേ? അവരും സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ? വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. എല്ലാവരും ഒരേ രീതിയിലുള്ള കാഴ്ചപ്പാടുകളെ വിളിച്ചാൽ കോൺക്ലേവ് നടത്തേണ്ട കാര്യമില്ലല്ലോ. ഈ വ്യത്യസ്തതയെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതല്ലേ നോക്കട്ടെ. രണ്ട്, എനിക്ക് വേണമെങ്കിൽ എനിക്ക് ശ്രീ മുഖ്യമന്ത്രിയോടോ CPM-നോടോ യാതൊരു രാഷ്ട്രീയ അനുഭവം ഇല്ലാത്ത വ്യക്തിയാണ്. രാഷ്ട്രീയ ആയുധമെടുത്ത് അവരെ വടിയായിട്ട് അടിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് എന്റെ മാന്യതകേടാണ്. ഈ വ്യത്യസ്ത അഭിപ്രായക്കാരിൽ പോക്സോ കേസ് പ്രതികളും സ്ത്രീ പീഡകരും ഒക്കെ വരട്ടെ അല്ലേ? എല്ലാവരും വരട്ടെ. നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോക്സോ കേസ് പ്രതികൾ ഉണ്ടെന്നുണ്ടോ? അറിയില്ല. ഗേൾസ് എന്ന് പറയുന്നുണ്ട്, അറിയില്ല. സർക്കാരിനറിയാം. പുറത്തു വരാത്ത രേഖകൾ സർക്കാരിന്റെ പക്കലുണ്ട്. പറഞ്ഞ് യഥാർത്ഥത്തിൽ സിനിമാ മേഖലയിൽ നിൽക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, പുറത്ത് ചർച്ചയുണ്ടാക്കാനും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനും നമ്മൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. സിനിമാ മേഖലയിൽ നിൽക്കുന്നവരുടെ നിലപാട് നോക്കൂ, ഭാഗ്യലക്ഷ്മി മാഡത്തിന്റെ നിലപാട് നോക്കൂ, രേവതി മാഡത്തിന്റെ നിലപാട് നോക്കൂ, അല്ലെങ്കിൽ സുരേഷ് ഗോപിന്റെ നിലപാട് നോക്കൂ. സുരേഷ് ഗോപിക്ക് ശ്രീ പിണറായി വിജയനോട് എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യം ഉണ്ടായിട്ടാണോ? എന്തുകൊണ്ട് ഞാൻ കുറ്റം പറയുന്നു? അതാണ് മാന്യത, അതാണ് ഒരാളുടെ നന്മ. ഒരു വിഷയമുണ്ട്, ആ വിഷയത്തെ അഡ്രസ് ചെയ്യണം എന്ന നല്ല രീതിയിൽ ആ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. വിഷയത്തെ അഡ്രസ് ചെയ്യുന്നുണ്ടല്ലോ, അതിനുവേണ്ടിയല്ലേ കോൺക്ലേവ് നടത്തുന്നത്? അതിനുവേണ്ടി സിനിമാ നയം, നിലപാട്, അല്ലെങ്കിൽ പുതിയ നിയമം, ഇത്തരം കാര്യങ്ങളല്ലേ. ഈ സിനിമാ നയമൊക്കെ നേരത്തെ തന്നെ ഒരു ആവശ്യമായി WCC മുന്നോട്ട് വച്ചിരുന്നതാണ്. അതിന്മേലൊരു കരട് പോലും ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. ഇനിയും ചർച്ച. അതെന്താണ്? ഇനിയല്ലേ ചർച്ച വേണ്ടത്, ഇനിയല്ലേ കോൺക്ലേവ് വേണ്ടത്? ജസ്റ്റിസ് ഹേമ കമ്മിറ്റി വന്നു, പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പെട്ടെന്നോ 4.5 വർഷം കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം തടയണം, മദ്യം അടക്കമുള്ള കാര്യങ്ങൾ തടയണം, പെട്ടെന്ന് നടക്കും. പേ പാരിറ്റി അല്ലെങ്കിൽ സെയിം ശമ്പളം അപ്രായോഗികമായ ആശയമാണ്. അത് CM പറയുകയും ചെയ്തു. ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തെ പോലെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പുരോഗമനക്കാരുടെ കയ്യടി മേടിക്കാതിരിക്കാൻ എങ്ങനെ പറയാൻ കഴിയുന്നു? അദ്ദേഹം പറഞ്ഞ സത്യമാണ്. ഒരു പേ പാരിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ഒരുപാട് അപ്രായോഗികമാണ്. അപ്പൊ പോസിറ്റീവായി എന്തൊക്കെ ചെയ്യാം, പോസിബിളായി എന്തൊക്കെ ചെയ്യാം? സിനിമാ മേഖലയിൽ നന്നാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയല്ലേ നമ്മൾ പോകേണ്ടത്. പകരം സിനിമാ മേഖലയെ കരിവാരിപ്പിച്ച് ഇതൊരു അധോലോകമാണെന്നും മാഫിയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞതിനെ താങ്കൾ ഇത്ര വലിയ കാര്യമായിട്ടൊന്നും പറയണ്ട. സുരേഷ് ഗോപി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. നടക്കട്ടെ, ചർച്ചകൾ നടക്കട്ടെ. ഞാൻ ഈ സിനിമാ മേഖലയിൽ ഇപ്പോൾ അത്ര സജീവമില്ല, എനിക്ക് അത്ര കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് അത്ര വലിയ കാര്യം, അതാണ് ഇപ്പൊ ഇത്ര വലിയ വാചകം. സൊല്യൂഷൻ സെൻട്രിക് ആയിരിക്കണം. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കലല്ല, പുതിയൊരു യുഗപ്പിറവിക്ക് വേണ്ടിയുള്ള ജാതകം ആയിരിക്കണം ഹേമ കമ്മിറ്റി. അല്ലെങ്കിൽ പഴയ കാലത്തിന്റെ പേരിൽ അടികൂടുകയല്ല, കേസെടുക്കുക എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം അപ്രായോഗികമാണ്. 2019 ജിതേന്ദ്രക്കെതിരെ കേസ്. പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിടാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. രാഹുൽ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ജിതേന്ദ്രക്കെതിരെ കേസ് കൊടുത്തു. അവസാനം കോടതി പറഞ്ഞത് അബ്സർഡ് ആണ്, ഇത് തോന്നിയാസാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് കോടതി ഹിമാചൽ പ്രദേശിലെ ഹൈക്കോടതി പറയുകയുണ്ടായി. 48 വർഷം മുമ്പ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് മീറ്റു അലിഗേഷൻ വന്നപ്പോ ജിതേന്ദ്രക്കെതിരെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തു. 48 വർഷം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുള്ള കാലഘട്ടമാണ്. ഏതെങ്കിലും കാലഘട്ടത്തിൽ എങ്ങനെ നടന്ന പ്രശ്നങ്ങളെ വീണ്ടും ഇന്നിലേക്ക് കൊണ്ടുവന്ന് അടികൂടാനാണോ നമ്മൾ നോക്കേണ്ടത്? അവിടെയാണ് പാർവതി എനിക്ക് വലിയ ഇഷ്ടവും ബഹുമാനവും ആദരവും ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണ്. പക്ഷെ പ്രാക്ടിക്കലായി കോൺക്ലേവിനെ അംഗീകരിച്ചു, സ്റ്റെപ്സിനെ കൊണ്ടുവരികയും ഇപ്പൊ നല്ലൊരു മൂഡുണ്ട്, എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ ഈ 15 അംഗ സംഘത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അല്ലേ? പവർ ലോബിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആ പവർ ലോബി വർഷങ്ങൾക്ക് മുമ്പുള്ളവരല്ല, ഇപ്പോഴും തുടരുന്നവരാണ്. അതിലൊരു മന്ത്രിയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സിനിമാ മേഖലയിൽ നിന്നുള്ളവർ തന്നെ പറയുന്നത്, ഒരു സംവിധായകൻ പറയുന്നത്. വിനയൻ മാത്രമല്ല തിലകന്റെ മകളും പറഞ്ഞു. അങ്ങനെയെങ്കിൽ അറസ്റ്റ് ചെയ്യല്ല. ഇല്ല, ഇതിൽ പോക്സോ കേസ് പ്രതികളുണ്ടെങ്കിൽ ലൈംഗികാതിക്രമം നടത്തിയവരുടെ പേര് പുറത്തു വരണേ, അവരുടെ പേര് പുറത്തു വരണം.
പോക്സോ പോലുള്ള കാര്യങ്ങൾ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ജീവിക്കുന്ന ഒരു മേഖലയാണ്. ഈ മേഖലയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരിവാരി തേക്കുമ്പോൾ ഇതുവരെ വിജയിച്ച നടിമാരെല്ലാം അല്ല താങ്കൾ തന്ത്രമൊക്കെ നല്ലതാണ് രാഹുൽ. ഇവിടെ ആരെയും അടച്ചാക്ഷേപിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, അടച്ചാക്ഷേപിക്കാതിരിക്കാൻ എങ്ങനെയാണ് ഇത് ക്ലിയർ ആവുക, എങ്ങനെയാണ് ഇത് വ്യക്തമാവുക? ഇല്ലില്ല, കുറച്ചു പേരേ ഉള്ളൂ ചെയ്തിട്ടുള്ളെങ്കിൽ, കുറച്ചു പേർ മാത്രം പ്രതികളായിട്ടുള്ള ഈ സംഭവത്തിൽ ആ പേരുകൾ പുറത്തു വന്നാൽ ബാക്കി നിരപരാധികൾക്ക് സമാധാനിക്കാമല്ലോ, അല്ലേ? അല്ലെങ്കിൽ ഞങ്ങൾ കൂടി മോശക്കാരാകുന്നു എന്നാണ് നിരപരാധികൾ പറഞ്ഞത്. അവർ മോശക്കാരാകണ്ടെന്നേ, മോശക്കാർ മാത്രം പുറത്തു വരട്ടെ. മോശക്കാർക്ക് വേണ്ടി ഇത്ര ശബ്ദത്തിൽ സംസാരിക്കില്ലേ രാഹുൽ? ഇവർ ആരോപികൾ മാത്രമല്ലേ, ആലോചിച്ച് നോക്കൂ. ഇവർക്ക് ഇതിന് കൗണ്ടർ കാണില്ലേ? നാച്ചുറൽ ജസ്റ്റിസിന്റെ ലംഘനമല്ലേ ഇത്? കമ്മീഷൻ റിപ്പോർട്ട് ആണെങ്കിൽ രണ്ടുപേരുടെ മൊഴിയെടുക്കാനുള്ള വകുപ്പുണ്ട്. ഇത് കമ്മിറ്റി റിപ്പോർട്ടാണ്, കമ്മീഷൻ റിപ്പോർട്ട് അല്ല. അപ്പോൾ മറുഭാഗത്തിന് നാച്ചുറൽ ജസ്റ്റിസ് ഡിനൈ ചെയ്തിട്ടില്ലേ? അവർക്ക് ഇതിനൊരു കൗണ്ടർ കാണില്ലേ? കൺസെന്റോടുകൂടിയാണ് കാണില്ലേ? രണ്ട് കേസുകൾ നോക്കൂ, ഞാൻ പേര് പറയുന്നതിന് പഠിക്കുന്നില്ല. വിജയബാബു, ഓമർ ലുലു, രണ്ടുപേർക്കുമെതിരെ കേസുകൾ വന്നപ്പോൾ കോടതിയിൽ എടുത്ത സമീപനം എന്താ? കൺസെന്റോടുകൂടി ഇവരോടൊപ്പം പോയി കുറെ കാലം കഴിഞ്ഞില്ല. താങ്കൾ ഓരോരോ കേസുകളായി എടുത്തു പറഞ്ഞിട്ട് കാര്യമില്ല. താങ്കൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ രൂപത്തിൽ പ്രതികരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. താങ്കൾ ആ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് മുഴുവൻ കളവാണെന്നും അത് ചിലരെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നും സിനിമയിൽ സജീവമല്ലാത്തവരെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നും സജി നന്ദിയാട്ടിനെ പോലുള്ള ഫിലിം ചേംബർ പ്രതിനിധി പറയുമ്പോൾ അവരുടെ നിലപാട് എന്താണ്? അവരെ വിളിച്ചു വരുത്തിയിട്ടാണോ ഇത് ഈ ശുദ്ധീകരണം നടത്താൻ പോകുന്നതെന്ന പ്രശ്നം അവിടെ നിൽക്കുന്നു. ഞാൻ ഒന്ന് പ്രേംചന്ദിലേക്ക് പോവുകയാണ്. ഇതെന്താണ് മ്യൂട്ടാവുന്നത്? This is not universal. ഹേമ കമ്മിറ്റി തുടങ്ങുന്ന ആദ്യ പേജുകളിലെ വരിയാണ്. Let me start with the caveat that these things are not universal. ഇത് സാർവത്രികമാണെന്ന് ഞാൻ പറയില്ല. അങ്ങനെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. മലയാള സിനിമയിൽ ഒരുപാട് സ്ത്രീകളെ ബഹുമാനിക്കുന്നവരുണ്ട്, നല്ലവരുണ്ട്. നടൻ 10,000-കണക്കിന് ആൾക്കാർ ഈ മേഖലയിൽ ജീവിക്കുകയാണ്. നമ്മൾ ഈ മേഖലയെ അപകീർത്തിപ്പെടുത്തിയാൽ ഇൻവെസ്റ്റ്മെന്റുകളില്ല. സംസാരിക്കാൻ അനുവദിക്കണം. Debate with Smriti Parithikad.